നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്ഥലത്താണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആദ്യം ഞാൻ ആംബിയൻസ് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അകത്ത് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റാണ്, നമ്മൾ ഷാർജ കോർണിഷിലാട്ടോ ഇത്. അപ്പോൾ ഇതറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. സോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഞങ്ങളെ കാണിച്ചു തരാവേ. ഞാനും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാനും കേട്ടോ. അപ്പോൾ നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിൽ കയറിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഹോളാട്ടോ. അവിടെ നമുക്ക് ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അവിടെ എത്തിയപ്പോഴത്തേനും ഞാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ ഒന്ന് ഞെട്ടി, ഇതെന്താ സംഭവം നോക്കും കേട്ടോ. ഇപ്പൊ ഞാനുള്ളത് ഈ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പുറത്തെ ആംബിയൻസ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാ കേട്ടോ എൻ്റെ മണ്ടയ്ക്കത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. മണ്ടയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല രസമാണ് ആ കടൽ കാണാനും പിന്നെ ആ ഒരു കാറ്റും ഒക്കെ കൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. പക്ഷെ ആ വെയിലിൻ്റെ ഒരു ഹ്യൂമിഡിറ്റിയാണ് നമുക്ക് പറ്റാതായത്. സോ ഗൈസ്, അടിപൊളിയായിട്ട് ഇവിടുത്തെ ആംബിയൻസ്. നിങ്ങളൊരു വൈകുന്നേരം ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പകല വന്നേക്കുന്നത്, പക്ഷെ നൈറ്റ് വരുവാണെങ്കിലാണ് ഇത് അടിപൊളിയായിട്ട് സംഭവം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ തന്നെ കയറി കിട്ടും. അപ്പോൾ നല്ല ചൂടായിരുന്നു. പിന്നെ അവിടുത്തെ അവരുടെ ഡെക്കറേഷനും കാര്യമൊക്കെ എനിക്കിഷ്ടമായി. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തൊരു സീ ഫുഡ് ബക്കറ്റും ഒരു കോംബോ ആയിരുന്നു കേട്ടോ. ആ ബക്കറ്റിൽ വരുന്നത് ക്രാബ്, പ്രോൺസ്, കല്ലുമക്കായ, പിന്നെ കുറച്ച് മസാല, അങ്ങനെ കൂടിയൊരു സീ ഫുഡ് ബക്കറ്റായിരുന്നേ. അപ്പോൾ ഇതാ കേട്ടോ ഫുഡ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന മറ്റേ ഫിഷ് സീ ഫുഡിൻ്റെ ബക്കറ്റില്ലേ, ആ ഒരു ബക്കറ്റ്, പിന്നെ നമ്മുടെ കപ്പ, പിന്നെ റൈസ്, അതിൻ്റെ കൂടെ പൊറോട്ട, ഇത്ര സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കുറേ ആൾക്കാർ ബക്കറ്റ് നിറച്ചും കമത്തിയിടുന്നത്. സോ എന്തായാലും ഫസ്റ്റ് ടൈമാണ്, എങ്ങനെയുണ്ടോ നോക്കാവേ. കപ്പ എൻ്റെ ഫേവറേറ്റാണ്, കപ്പ കഴിച്ച് നോക്കാം. കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. സോ എന്തായാലും എൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു. ഞാൻ എന്തായാലും കഴിക്കട്ടെ. നല്ല അടിപൊളിയൊരു ഫുഡൊക്കെ കഴിച്ചിറങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റും, അവരത് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ.